ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്ന ആ മേളക്ക് തിരിതിരിയാൻ ഇനിയുള്ളത് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആദ്യ പോരാട്ടത്തിൽ നിലവിലെ കിരീടധാരികളായ RCBയും കരുത്തരായ സൺറൈസ് ഹൈദരാബാദും തമ്മിൽ മാറ്റുരക്കും. മാർച്ച് 28-ന് ബാംഗ്ലൂരിലെ വിഖ്യാതമായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് IPL വെടിക്കെട്ടിന് തുടക്കമാവുക. ഇന്ത്യൻ സമയം രാത്രി 7:30-ക്ക് ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്ന ആ പോരാട്ടത്തിന് കളമൊരുങ്ങുമ്പോൾ ബാംഗ്ലൂരുവിലെ ബൗണ്ടറികൾ ഒഴുക്കുന്ന ചിന്നസ്വാമിയിലെ പിച്ചിൽ ഒരു റൺവേട്ട തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മത്സര ദിവസം ബാംഗ്ലൂരുവിലെ കാലാവസ്ഥ അല്പം ആശങ്കയുണ്ടാക്കുന്നതാണ്. പകൽ സമയത്ത് കടുത്ത ചൂട് അനുഭവപ്പെടുന്നതും താപനില 34 ഡിഗ്രി വരെ ഉയരുമെന്നാണ് പ്രവചനം. എന്നാൽ വൈകുന്നേരത്തോടെ കാര്യങ്ങൾ മാറിമറിയാൻ സാധ്യതയുണ്ട്. വൈകുന്നേരത്തെ കാലാവസ്ഥ റിപ്പോർട്ടുകൾ പ്രകാരം 60% മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സരം തടസ്സപ്പെട്ടേക്കാം. ഇതുകൊണ്ടൊക്കെ തന്നെ ആരാധകരും സംഘാടകരും ഒരേപോലെ ആശങ്കയിലാണ്. ചിന്നസ്വാമി സ്റ്റേഡിയം എപ്പോഴും ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചാണ്. ചെറിയ ബൗണ്ടറികളും ഔട്ട്ഫീൽഡിന്റെ വേഗതയും ബാറ്റർമാർക്ക് വലിയ സ്കോറുകൾ കണ്ടെത്താൻ സഹായിക്കും. ഇവിടെ 180 റൺസ് എന്നത് ഒരു ശരാശരി സ്കോർ മാത്രമാണ്. ടോസ് നേടുന്ന ടീം ആദ്യം ബാറ്റ് ചെയ്ത് 200-ന് മുകളിൽ സ്കോർ കണ്ടെത്താനായിരിക്കും ശ്രമിക്കുക. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഇത്തവണ അത്യന്തം കരുത്തുറ്റ ബാറ്റിംഗ് നിരയുമാണ് വരുന്നത്. വിരാട് കോഹ്ലിയും ഫിൽ സാൾട്ടും ചേർന്നുള്ള ഓപ്പണിംഗ് ജോഡി പവർ പ്ലേയിൽ തന്നെ സ്കോർ ബോർഡ് ചലിപ്പിക്കാൻ പ്രാപ്തിയുള്ളവരാണ്. രജത് പാർട്ടിദാർ, ജിതേഷ് ശർമ്മ, ടീം ഡേവിഡ് എന്നിവരിറങ്ങുന്ന മധ്യനിരയും ടീമിന് വലിയ കരുത്താണ് പകരുന്നത്. ഏത് സാഹചര്യത്തിലും കൂറ്റൻ സിക്സറുകൾ പറത്താൻ കഴിയുന്ന ടീം ഡേവിഡിന്റെ സാന്നിധ്യം RCBയെ അപകടകാരികളാക്കുന്നു. മറുഭാഗത്ത് സൺറൈസ് ഹൈദരാബാദും ഒട്ടും മോശമല്ല. ഡ്രാവിഡ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർന്ന് നൽകുന്ന തുടക്കം എതിർ ബൗളർമാരുടെ ഉറക്കം കെടുത്തുന്നതാണ്. കഴിഞ്ഞ സീസണിലെ ഇവരുടെ ഫോം ആവർത്തിച്ചാൽ SRHന് കാര്യങ്ങൾ എളുപ്പമാകും. ഹെൻറിച്ച് കാസ്റ്റൻ എന്ന വിശ്വസ്തനായ ഫിനിഷർക്കൊപ്പം ഇഷാൻ കിഷനും ലിയാം ലിവിങ്സ്റ്റണും ചേരുമ്പോൾ SHRന്റെ ബാറ്റിംഗ് അതിശക്തമാകുന്നു. ഭുവനേശ്വർ കുമാറിന്റെ പരിചയസമ്പത്ത്, ജേക്കബ് ഡെഫിയുടെ വേഗതയുമാണ് RCBയുടെ പ്രധാന ആയുധങ്ങൾ. ക്രൂണൽ പാണ്ഡ്യയുടെ സ്പിൻ ബൗളിംഗും മധ്യ ഓവറുകളിൽ നിർണായകമാകും. ഹർഷ പട്ടേൽ, ജയദേവ് എന്നിവരുടെ ഡെത്ത് ഓവർ ബൗളിംഗിലാണ് SRHന്റെ പ്രതീക്ഷകൾ. കൂടാതെ യുവതാരം ഇഷാൻ മലിംഗയുടെ ബൗളിംഗും ആരാധകർ ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്. നിലവിലെ ടീം ബാലൻസും ഹോം ഗ്രൗണ്ട് അനുകൂലവും പരിഗണിക്കുമ്പോൾ RCBക്കാണ് നേരിയ മുൻതൂക്കം. ഏകദേശം 54% വിജയസാധ്യത RCBക്കുള്ളപ്പോൾ ഹൈദരാബാദിന് 46%. സാധ്യത 11ലേക്ക് കണ്ണോടിക്കുമ്പോൾ ബാംഗ്ലൂരുവിന്റെ നിരയിൽ ഫിൽസാട്ട്, വിരാട് കോഹ്ലി, പടിക്കൽ, രജത് പാർട്ടിദാർ, ജിതേഷ് ശർമ്മ, ടീം ഡേവിഡ്, റൊമാരിയോ ഷേപ്പേഡ്, ക്രൂണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ജേക്കബ് ഡെഫി, മങ്കേഷ് യാദവ് എന്നിവരാണ്. മറുവശത്ത് അഭിഷേക് ശർമ്മ, ഡ്രാവിഡ് ഹെഡ്, ഇഷാൻ കിഷാൻ, നിതീഷ് കുമാർ റെഡ്ഡി, ഹെൻറിച്ച് കാസ്റ്റൻ, അനികിർ വർമ്മ, ഹർഷൽ പട്ടേൽ, ലിയാം ലിവിങ്സ്റ്റൺ, നിഷാൻ അൻസാരി, ഇഷാൻ മലിംഗ, ജയദേവ് എന്നിങ്ങനെ താരസമ്പന്നരായി തന്നെ സൺറൈസ് ഹൈദരാബാദും മാറ്റുരക്കും. RCB ക്യാമ്പിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം പേസർ യാസ് ദയാൽ പരിശീലനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇത് ടീമിന് ചെറിയൊരു തിരിച്ചടിയായേക്കാം. എന്നിരുന്നാലും കാത്തിരുന്നു കാണാം.